ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നുണ്ടല്ലോ വിഷുവിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിന് ഇറങ്ങിയതാണ് കേട്ടോ. പർച്ചേസിന് ഇറങ്ങിയപ്പോഴേ അവിടെ ഭയങ്കര ആളും തിരക്കും ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് കയറുമ്പോൾ പാടല്ലേ എന്ന് കരുതിയിട്ട് അവർ മൂന്നുപേരും കൂടെ നേരെ പാർക്കിലോട്ട് പോയി എന്നെ അവിടെ ആക്കി. ഫസ്റ്റ് ടൈമായിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാനങ്ങ് പാത്രത്തിൻ്റെയൊക്കെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാമൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തൊരു ഫ്രൈ പാൻ ഞാൻ വാങ്ങണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കട്ടെ. ഇതിൻ്റെ അല്ല, ഞാനൊരു സ്റ്റീലിൻ്റെതാണ് നോക്കുന്നത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാധനം. ഈ ഒരു സംഭവം ഞാൻ കുറേ നാളുകൊണ്ട് നോക്കും, പിന്നെ ഒന്ന് തിരിച്ചു വയ്ക്കും കേട്ടോ വിലയൊക്കെ കാണുമ്പോൾ. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വാങ്ങണം. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ മൊത്തം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇതിനൊക്കെ കടായി ഒക്കെ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും നോക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇപ്പോൾ അതൊക്കെ തിരിച്ച് വെച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ ഈ തേങ്ങ ചിരവുന്ന ചിരവേര അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചിരവ എൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോഴേ അവിടെ തടിയത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് ഈ ഒരു സെക്ഷനിലോട്ടായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുന്നേ ഇവിടെ നല്ല വലിയ വലിയ കാലുകളൊക്കെ ഇരിപ്പട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ല കിട്ടിലായിട്ട് പോട്ടിയൊക്കെ ഇരിപ്പുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ആരും കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് മാത്രം ആകെ ഇതിഷ്ടം. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാത്തിനും ഒത്തിരി റേറ്റൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നല്ല റേറ്റായി. പിന്നെ അതേപോലെ തന്നെ മല്ലിയില ഈ ഒരു ഇലയും തമ്മിൽ എപ്പോഴും എനിക്ക് മാറിപ്പോകും കേട്ടോ. ആദ്യമൊക്കെ വന്നിട്ട് സമയത്ത് സ്ഥിരം ഉള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ സ്മെല്ലൊക്കെ വെച്ച് നോക്കിയാട്ടോ വാങ്ങുന്നത്. അതേപോലെ തന്നെ അവിടെ സദ്യയൊക്കെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണിക്കൊന്ന വാങ്ങാനായിട്ട് ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണിക്കൊന്നൊക്കെ ഒരു പരുവായി. പിന്നെ അതിൽ നിന്ന് തപ്പിപ്പിടിച്ച് ഏകദേശം ഒരെണ്ണമൊക്കെ എടുത്ത് കേട്ടോ. എടുത്ത് സാധനമൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ചെത്തിക്കുമ്പോഴത്തേക്കും അച്ഛനും മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ അപ്പോഴേക്കും പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.